ഹായ് ഗായ്സ്, അപ്പം ഞാൻ ഒരു കുക്കിംഗ് കോഴ്സിന് പോയേക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. ഇത് വന്നിട്ട് ഒരു 3 മണിക്കൂറത്തെ ഒരു കോഴ്സായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ എന്ത് ഈ ഒരു പേപ്പർ തന്നായിരുന്നു അവർ. അതിൽ ഫുള്ളും എന്ത് ഡിഷസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനകത്ത്. ഈ ഒരു കുക്കിംഗ് കോഴ്സ് വന്നിട്ട് ഇത്തിരി ഭയങ്കര എല്ലാ കോഴ്സിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സായിരുന്നു കേട്ടോ. കാരണം ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷസൊക്കെ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കുന്നൊരു ഡിഷസാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത അതായിരുന്നു. അപ്പം ഞങ്ങളുടെ ആ ഒരു മെയിൻ ഷെഫ് ഈ പോകുന്ന പുള്ളിക്കാരനാണ്. നമ്മൾ ഇത് സ്മെല്ലൊക്കെ മണപ്പിക്കാൻ തരുന്ന ആ പുള്ളിക്കാരനായിട്ട്. ആ പുള്ളിക്കാരൻ ഓരോ ഫ്ലവർ എടുത്തിട്ട് അതൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മളെ കൊണ്ട് അത് മണപ്പിച്ചൊക്കെ നോക്കും. ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയും. ഈ ഒരു കോഴ്സ് 3 മണിക്കൂറത്തെ കോഴ്സിന് നമ്മളിതിന് പൈസ കൊടുക്കണം. ഫീസ് വന്നിട്ട് 45 യൂറോ അങ്ങനെ ഉണ്ടായിരുന്നു. 45 യൂറോ തന്നെയാണ്. അതായത് നമ്മുടെ നാട്ടിലൊരു ഏകദേശം ഒരു 4000 അടുത്തൊക്കെ വരും. ഞാനും ആദ്യമായിട്ടാണ് ഈ പൂക്കളൊക്കെ കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാൻ പറ്റുമെന്നൊക്കെ എനിക്ക് ആദ്യമായിട്ട് ഈ ക്ലാസ്സിൽ കൂടിയാണ് എനിക്ക് മനസ്സിലാക്കിയത്. ഇവിടെ ആൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 15 പേരായിരുന്നു, 16 അത്ര പേരെങ്ങാണ്ടായിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നത്. അപ്പം അത്രയും പേർക്കുള്ള ഒരു പ്ലേറ്റ് സെറ്റ് ചെയ്ത് വെക്കും ആൾ. എന്നിട്ട് ആളുണ്ടാക്കുന്ന ഫുഡ് നമുക്ക് പറഞ്ഞു തരും എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. അത് ആൾ ഈ പ്ലേറ്റിൽ സെറ്റ് ചെയ്യും. എന്നിട്ട് നമുക്കത് ടേസ്റ്റ് ചെയ്യാൻ തരും. അങ്ങനെ ചെയ്തേക്കുന്ന ഈ പ്ലേറ്റാണിത്, ഡിഷസിൻ്റെ പ്ലേറ്റാണിത്. ഞങ്ങൾക്ക് തന്ന ഫസ്റ്റ് ഡിഷ്, അതായത് പഠിപ്പിച്ച് തന്ന ഫസ്റ്റ് ഡിഷാണ് ഇപ്പം ആ അസിസ്റ്റൻ്റ് ഷെഫ് കൊണ്ടുവരുന്നത്. ഇത് വന്നിട്ട് ആ ഓറഞ്ച് കളറിൽ ഇരിക്കുന്ന സംഭവം, ഒരു യെല്ലോയിഷ് കളറിലിരിക്കുന്ന സംഭവം, അത് ഓറഞ്ചിൻ്റെ പൂവില്ലേ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പുറത്തുള്ളത് പന്നിയും പിന്നെ എന്താ പറയുക റോസ്, അങ്ങനെ എന്തൊക്കെയോ ഒരു പൂവൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവർ എന്താ പറയുക അടുത്ത ഡിഷാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ റോസില്ലേ, റോസ് പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ് കേട്ടോ. ഇപ്പം നമ്മൾ കണ്ട ആ റോസിൻ്റെ പേസ്റ്റ് ഇല്ലേ, ആ പേസ്റ്റും കൊണ്ട് ഉണ്ടാക്കിയൊരു ഡിഷാണ് ഇത്. ഇതിലവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് പന്നിയാണ്. പൊതുവേ ഞാൻ പന്നി കഴിക്കാറില്ല, പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു പ്രത്യേക ഒരു ഫ്ലേവറും പന്നിയാണെന്ന് തോന്നിപ്പിക്കുകയില്ല നമ്മളത് കഴിക്കുമ്പോൾ. അങ്ങനത്തെ ഒരു ഡിഷായിരുന്നു. ഇനി ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഡിഷാണ് നമ്മുടെ റൈസ്. എന്തായാലും നമ്മൾ മലയാളികൾക്ക് റൈസ് ഇല്ലാണ്ട് ഒന്നും ഇറങ്ങിയില്ലല്ലോ. അതുകൊണ്ട് റൈസ് എടുക്കുന്ന ടൈമിൽ എനിക്ക് വന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സന്തോഷമായിരുന്നു. ഈ റൈസ് വന്നിട്ട് സ്ട്രോബെറിയും പിന്നെ റോസിൻ്റെ ആ പേസ്റ്റ് അതുകൊണ്ട് തന്നെയായിരുന്നു ഈ റൈസ് ഉണ്ടാക്കിയത്. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും. എന്നാലും കളർഫുള്ളും ടേസ്റ്റും ആയിരുന്നു. നമുക്ക് കഴിക്കാം. ഇത് അങ്ങനെ ഉള്ളൊരു ഡിഷ് തന്നെയായിരുന്നു ഇത്. നമ്മളോട് പറയുന്നുണ്ട് അവർ ആ റോസിൻ്റെ ഇലയൊക്കെ കൂടി കഴിച്ചോളാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അടുത്ത ഡിഷ് വന്നിട്ട് എന്താ പറയുക, ഇവിടെ ഉള്ളൊരു സംഭവമാണ്. ഉരുളൻകിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന ഞൊക്കി എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പം ഇത് ഇവരുടെ ഒരു കുത്തകയാണ്. ഈ ഒരു ഡിഷ് ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷായിരുന്നു. അതാണ് അടുത്തത് അവരുണ്ടാക്കിയത്. ഇതും ഇവരുടെ എന്താ പറയുക സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ഡിഷായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. അതിലും ഈ ഓറഞ്ചിൻ്റെ എന്താ പറയുക ഫ്ലേവർ പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് ആ ഒരു ഇതിട്ടേക്കുന്നത്. അടുത്ത ഡിഷാണ് കനലോണി എന്ന് പറഞ്ഞൊരു ഡിഷ്. ഇതും അടിപൊളി ടേസ്റ്റായിരുന്നു. ആ റോസിൻ്റെ സോസും ഈ സംഭവമൊക്കെ കൂടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മത്തിക്കും. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഫ്ലവർ അല്ലേ, അതിൻ്റെ ഒരു മത്തിപ്പിക്കൽ ഉണ്ടായിരുന്നു. എനിക്കത് അങ്ങനെ തോന്നിയായിരുന്നു എനിക്കത്. അടുത്തത് വന്നിട്ടാണ് നമ്മുടെ സ്പഗേത്തി, നമ്മുടെ വെന്തി സ്പഗേത്തി. അതിനകത്ത് മറ്റേ പന്നി വറുത്തിട്ടിട്ടിട്ടുണ്ട്. ഇവിടെ അതിന് വേറെ പേരാണ് പറയണത്. ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. പന്നി വറുത്തിട്ടേക്കുന്നത് വെന്തിപ്പൂവും കൊണ്ടുള്ള ഡിഷാണ് കേട്ടോ അടുത്തത്. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ആ ഒരു ഫ്ലവറും കൊണ്ട് ഉണ്ടാക്കിയ ഡിഷാട്ടാ. ഇത് കാണുന്ന പോലെ ഭയങ്കര ടേസ്റ്റായിട്ടാ. അങ്ങനെ ഏകദേശം നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഡിഷസൊക്കെയാണ് മൊത്തത്തിൽ അവിടെ ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഇടയിൽ ഷെഫിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആൾക്ക് എന്താ പറയുക, ഇങ്ങനെ ഒരു പൊസിഷനിലെത്താൻ ആൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള രീതിയിലൊക്കെ ആളുടെ സ്റ്റോറിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞും അവിടെ വെച്ചേക്കുന്ന പൂക്കൾ, ഇപ്പം നിങ്ങൾ കാണുന്ന പൂക്കളില്ലേ, ഈ പൂക്കൾ കൊണ്ടാണ് നമ്മൾ ഇപ്പം കഴിച്ച സംഭവങ്ങൾ, ഉണ്ടാക്കിയ സംഭവങ്ങളെല്ലാം ഈ പൂക്കളും കൊണ്ടാണ് ചെയ്തത്.
അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയായിരുന്നു ആ ഒരു എന്താ പറയുക 3 മണിക്കൂറത്തെ ക്ലാസ് ഇങ്ങനെയായിരുന്നു. അത്യാവശ്യം നല്ല ക്ലാസ് തന്നെയായിരുന്നു. എന്തായാലും എനിക്കിഷ്ടമായി. അപ്പം ശരി എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബായ്.